നമ്മുടെ പണ്ഡിത സംഘടന സ്ഥാപിക്കപ്പെടുന്ന കാലത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം പണ്ഡിതന്മാർക്ക് മാത്രം പ്രവർത്തിക്കാനുള്ള സംഘമായിട്ടല്ല നമ്മൾ അതിനെ പരിചയപ്പെടുത്തിയത്. എല്ലാ പണ്ഡിതന്മാർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാവുന്ന ഒരു സംഘടന എന്ന നിലക്കാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ശുബ്ഹാത്തുകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ, മതത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ നാം മടങ്ങേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും കാണിച്ചു തന്ന ആ മാർഗത്തിലേക്കാണ്. അതാണ് സച്ചരിതരുടെ പാത, സലഫുകളുടെ മാർഗം എന്ന് പറയുന്നത്. ഇനി രണ്ടാമതൊരു പ്രശ്നം ഇസ്ലാമിക സമുദായത്തിൽ ഉണ്ടായതെന്താ? ഷഹ്വാത്ത് പ്രത്യക്ഷപ്പെട്ടു, സ്വാർത്ഥ താല്പര്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടു, ദുനിയാവിനോടുള്ള ആഗ്രഹങ്ങൾ, ഭരണത്തിനും അധികാരത്തിനും വേണ്ടിയുള്ള വടംവലികൾ ഉണ്ടായി. സ്വഹാബികളുടെ കാലത്തുണ്ടായ വളരെ പ്രയാസകരമായ, നമുക്ക് പരാമർശിക്കാൻ പേടിയുള്ള ചില സംഭവങ്ങൾ ഉണ്ടായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടപ്പോൾ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഭരണമേൽക്കാൻ രംഗത്ത് വന്നപ്പോൾ രണ്ടഭിപ്രായമുണ്ടായി. അവിടെ ഉസ്മാന്റെ ഘാതകരെ കണ്ടെത്തുകയാണ് ആദ്യം വേണ്ടത്, എന്നിട്ടും മതി ഖിലാഫത്ത് കയ്യേൽക്കൽ എന്നൊരു വിഭാഗം. ഖിലാഫത്ത് കയ്യേൽക്കുകയും ക്രമസമാധാനം സാധാരണ നിലയിലാവുകയും ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഘാതകരെ ഒരുമിച്ച് കണ്ടെത്താം എന്നാണ് അലി ബിൻ അബി താലിബ് വാദിച്ചത്. പക്ഷേ അതോടുകൂടി അലി ബിൻ അബി താലിബിന് ഉസ്മാന്റെ ഘാതകരെ കണ്ടെത്തുന്നതിൽ താല്പര്യമില്ലെന്ന കുപ്രചരണങ്ങൾ ഉണ്ടാവുകയും, അന്നു മാത്രമല്ല ആ ഘാതകർക്ക് അലി റളിയല്ലാഹു അഭയം നൽകുന്നു എന്നുവരെ കുപ്രചരണങ്ങൾ ഉണ്ടായി. ആ കുപ്രചരണങ്ങളെ ഊതി വീർപ്പിക്കാൻ പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ജൂതന്മാർ, കുപ്പായമിട്ട് ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്നവർ, അത്തരം കുപ്രചരണങ്ങളെ ഊതി വീർപ്പിച്ചു. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാവുകയും അവസാനം ജബൽ സിഫീൻ പോലെയുള്ള ദുഃഖകരമായ യുദ്ധങ്ങൾ ഉണ്ടായി. അങ്ങനെ ഖിലാഫത്തുർ റാഷിദയ്ക്ക് ശേഷം പിന്നീട് അങ്ങോട്ടുള്ള ഉമവികളുടെ ഭരണം, അബ്ബാസികളുടെ ഭരണം, ഈ കാലഘട്ടമൊക്കെ നാം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവിടെയൊക്കെ മുസ്ലിം സമുദായം ഭരണത്തിനും അധികാരത്തിനും രാഷ്ട്രീയമായ ദുന്യവിയായ കാര്യങ്ങൾക്കും വേണ്ടി തമ്മിൽ തല്ലുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനുവേണ്ടി പലതരത്തിലുള്ള ശ്രമങ്ങളും നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് പ്രവാചകന്റെ മറ്റൊരു പ്രവചനം പുലരുന്നത്. ഫവല്ലാഹി മൽ ഫഖ്റ അഖ്ശാ അലൈക്കും, നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നതിനെ അല്ല എനിക്ക് പേടി, ഞാൻ പ്രധാനമായും ഭയപ്പെടുന്നതല്ല. നിങ്ങൾ ദരിദ്രനാരായണന്മാരായി മറ്റുള്ളവരുടെ മുമ്പിൽ കൈകാട്ടി നടക്കുന്ന ആളുകളാവും എന്നതല്ല എനിക്കുള്ള പ്രധാനപ്പെട്ട പേടി. എനിക്കുള്ള പേടി എന്താണ്? വലാകിൻ അഖ്ശാ അൻ തുബ്സത അലൈക്കുമുദ് ദുനിയ കമാ ബുസിതത് അലാ മൻ കാന ഖബലക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് ദുനിയാവ് വിരുത്തി വെക്കപ്പെട്ടതുപോലെ, ദുനിയാവ് ധാരാളം ലഭിച്ചതുപോലെ നിങ്ങൾക്കും ഭൗതിക സൗകര്യങ്ങൾ, പണവും പദവിയും മറ്റുമൊക്കെ ധാരാളം ലഭിക്കും. നിങ്ങളെ മുൻഗാമികൾക്ക് ലഭിച്ച പോലെ. മുൻഗാമികൾക്ക് ലഭിച്ചപ്പോൾ എന്താ ഉണ്ടായത്? ഫതനാഫസുഹ, അവർ അതിൽ പരസ്പരം കടമത്സരം നടത്തി. എനിക്കാണ് ദുനിയാവ് കൂടുതൽ, നിനക്കാണ് കൂടുതൽ, അങ്ങോട്ടും ഇങ്ങോട്ടും കടമത്സരം നടത്തി. ഇന്ന് പൈസക്കാരും തമ്മിലുള്ള കടമത്സരം നമ്മൾ കാണുന്നുണ്ടല്ലോ. ഫതുഹ്ലികക്കും, അത് നിങ്ങളെ നശിപ്പിക്കും. കമാ അഹ്ലകതുഹും, അത് അവരെ നശിപ്പിച്ചതുപോലെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ സ്വാർത്ഥ താല്പര്യങ്ങൾ, ഷഹ്വാത്തുകളും അതുപോലെ തന്നെ മതത്തിന്റെ പേരിലുണ്ടായ ഈ കക്ഷികളും പാർട്ടികളും ഉയർത്തിക്കൊണ്ടുവന്ന ശുബ്ഹാത്തുകളും, ഇത് രണ്ട് ഫിത്നകളുമാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിൽ ഭിന്നതയുടെ വിത്ത് വിതച്ചത്. അതിനുശേഷം സുഹൃത്തുക്കളെ, ഈ രണ്ട് ഫിത്നകളിലും ഒന്നിച്ചുപെട്ടവരും അല്ലെങ്കിൽ രണ്ടിലൊന്നിൽപ്പെട്ടവരും ആയി മുസ്ലിം സമുദായം രണ്ട് ഭാഗമായി. വളരെ കുറച്ചാളുകൾ മാത്രമാണ് അതിൽ നിന്നും രക്ഷപ്പെട്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുസ്ലിം സമുദായം ചിന്ന ഭിന്നമാകാനുണ്ടായ കാരണം പരസ്പര സാഹോദര്യത്തോടു കൂടി ജീവിച്ചിരുന്നവർ പരസ്പര വിദ്വേഷത്തോടും പകയോടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിപ്പോരുണ്ടാക്കി പോരടിക്കുന്ന കാഴ്ച. ഈ തരത്തിലുള്ള കടിവലികളും ചേരിപ്പോരുകളും മുസ്ലിം നാടുകളിൽ പലയിടത്തും പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഭൗതിക രംഗത്ത് ഛിന്ന ഭിന്നമാവുകയും മതരംഗത്ത് ഒരേ ഖിബലയിലേക്ക് തിരിഞ്ഞു നമസ്കരിക്കുന്ന, ഒരേ പ്രവാചകൻ അംഗീകരിക്കുന്ന, ഒരേ ഖുർആൻ അംഗീകരിക്കുന്ന അഹ്ലുൽ ഖിബലയിൽപ്പെട്ടവർ പോലും പല ഗ്രൂപ്പുകളും ചേരികളുമായി പരസ്പരം കാഫറാക്കുന്ന അവസ്ഥയുണ്ടായി. ഈ സന്ദർഭത്തിലൊക്കെ ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രം ഈ ബഹളങ്ങളിൽ നിന്നെല്ലാം മാറി നിന്ന് ഈ പറഞ്ഞ ശുബ്ഹാത്തുകളൊക്കെ പ്രമാണങ്ങൾ കൊണ്ട് നേരിട്ട് മാറി നിന്നിരുന്നു. അങ്ങനെ ഒരു വിഭാഗം ഈ സമുദായത്തിൽ എക്കാലത്തും ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ലാഹിരീന അലൽ ഹഖി ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതി അംറുല്ലാഹി വഹും അലാ ദാലിക്. എൻ്റെ സമുദായത്തിൽ ഒരു വിഭാഗം എന്നും സത്യത്തിൻ്റെ മേൽ പ്രത്യക്ഷപ്പെട്ടവരായി വിജയം വരിക്കുന്നവരായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവരെ കൈയൊഴിഞ്ഞവർക്കോ അവരെ എതിർക്കുന്നവർക്കോ അവരെ ഒരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല. ഖിയാമം വരെയും അതായിരിക്കും അവസ്ഥ. കണ്ട നിങ്ങൾ, അള്ളാഹുവിൻ്റെ സഹായത്തിൽ ഈ പറഞ്ഞ വിഭാഗങ്ങളിൽ ഒന്നും പെടാതെ, ഭൗതിക താല്പര്യങ്ങളുടെ മേൽ അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും പോലും പിന്നാലെ പോകാതെ, അല്ലെങ്കിൽ പുതിയ പുതിയ സംഘങ്ങൾ കൊണ്ടുണ്ടായ ശുബ്ഹാത്തുകൾ
ആശയക്കുഴപ്പങ്ങൾ അതിലകപ്പെടാതെ പ്രമാണങ്ങളിൽ പിടിച്ചു നിന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും മാർഗത്തിൽ ഉറച്ചു നിന്ന ഒരു വിഭാഗം അത് ഖിയാമം വരെ ഉണ്ടാകും. ഇവർക്കാണ് ത്വായിഫത്തുൽ മൻസൂറ, പടച്ചവന്റെ സഹായം ലഭിക്കുന്ന വിഭാഗം എന്ന് പറയുന്നത്. ഈ ഹദീസ് 12-ലധികം സഹാബികളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട മുത്തവാത്തിർ, അധികം പരമ്പരകളിലൂടെ അനിഷേധ്യമായി അറിയപ്പെട്ട മുത്തവാത്തിർ എന്ന് പോലും ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഹദീസാണ് സുഹൃത്തുക്കളെ. ഇത് ഞാനിതൊക്കെ പറഞ്ഞെന്തിനാണെന്നറിയോ? ബദ അൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദ ഗരീബ എന്ന് പറഞ്ഞത് ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായതിനെ ചെറുതായി വിവരിക്കാനാണ്. ഇസ്ലാം പ്രത്യക്ഷപ്പെട്ടത് അപരിചിതനെ പോലെയാണ്, വീണ്ടും ആ അപരിചിതാവസ്ഥയിലേക്ക് തിരിച്ചു പോകും എന്ന് പറഞ്ഞില്ലേ? ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എന്താ ഉണ്ടായത്? യഥാർത്ഥ ഇസ്ലാം പറയുന്നവർ ഒറ്റപ്പെട്ടവരായി, ന്യൂനപക്ഷമായി, ഭൂരിഭാഗവും യഥാർത്ഥ ഇസ്ലാമിൻ്റെ തത്വങ്ങളിൽ ആശയക്കുഴപ്പങ്ങളിൽ അകപ്പെട്ട് അല്ലെങ്കിൽ ഭൗതിക പ്രമത്തതയിൽപ്പെട്ട് ഈ രൂപത്തിൽ ദീനിനെതിരായ രൂപങ്ങളിലേക്ക് പോയി. അപ്പോൾ ഗുർബത്തുൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ചുള്ള അപരിചിതത്വം, ഇസ്ലാമിനെ കയ്യേറ്റവർക്കുള്ള ഒറ്റപ്പെടൽ അത് ഉണ്ടാകും, എന്നും ഉണ്ടാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് നബി പറഞ്ഞത്, തൂബാ ലിൽ ഗുറബാ. അങ്ങനെ ഇസ്ലാമിന് അപരിചിതത്വം വരുന്ന കാലത്ത് ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്നവർ, ആളുകൾക്കിടയിൽ അപരിചിതരായി അറിയപ്പെടുന്ന ഒറ്റയും തെറ്റയുമായ ആ ന്യൂനപക്ഷം, അവർക്ക് അനുമോദനങ്ങൾ എന്ന് പറഞ്ഞത്. ആരായിരിക്കും ആ ഗുറബാ? എന്തായിരിക്കും അവരുടെ സ്വഭാവം? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ഗുറബാ ആരാണ്? യാ റസൂലല്ലാഹ് മനിൽ വമനിൽ ഗുറബാ? ഖാല അന്നുസാഉ മിനൽ ഖബായിൽ. കണ്ടോ, ഗോത്രങ്ങളിൽ നിന്നും ബഹിഷ്കരിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ സ്വന്തം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും മതത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അതെല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടി വന്നവർ, അവരായിരിക്കും ഒറ്റപ്പെട്ടവർ. ഇസ്ലാമിൻ്റെ ആദ്യകാലത്തൊക്കെ മതം ശക്തിപ്പെട്ട് മുസ്ലിമീങ്ങൾ ഇസ്സത്തിൽ നിന്നിരുന്ന കാലത്തൊക്കെ മതം മുറുകെ പിടിക്കാത്തവൻ കുടുംബങ്ങളിലും നാട്ടിലും ഒറ്റപ്പെടും, എല്ലാവരും മതത്തിൻ്റെ ആളുകളാകുമ്പോൾ. പക്ഷെ കാലം മാറി, മതം ആകെക്കാൾ ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ടപ്പോൾ എന്തായി? മതത്തെ മുറുകെ പിടിക്കുന്നവർ ഒറ്റപ്പെടുകയും മതത്തെ ധിക്കരിക്കുന്നവരും താന്തോന്നികളും അവർ ഭൂരിപക്ഷമാവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ സ്വന്തം മതത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഉള്ളതെല്ലാം ഇട്ടെറിഞ്ഞ് നാടും വീടും ഉപേക്ഷിച്ച് ചിലപ്പോൾ ഹിജറ പോകേണ്ടി വരും. അവരായിരിക്കും ചില സന്ദർഭങ്ങളിൽ ഗുറബാ. മറ്റൊരു റിവായത്ത് നിങ്ങൾക്ക് ആജുരി അദ്ദേഹത്തിന് അശ്ശരിഅയിൽ ഉദ്ധരിച്ച റിവായത്തിലുള്ളത്, വമൻഹും യാ റസൂലല്ലാഹ്, ആരായിരിക്കും റസൂലെ ഗുറബാ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, അല്ലദീന യുസ്ലിഹൂന ഇദാ ഫസദന്നാസ്, ജനങ്ങൾ ദുഷിക്കുമ്പോൾ അവരെ നന്നാക്കി തീർക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും. മറ്റൊരു റിപ്പോർട്ടിൽ അല്ലദീന യസ്ലുഹൂന ഇദാ ഫസദന്നാസ്, ജനങ്ങൾ ദുഷിക്കുമ്പോൾ ശരിക്കു ജീവിക്കുന്നവരായിരിക്കും. അപ്പൊ സ്വന്തം ജീവിതത്തിൽ ദീൻ മുറുകെ പിടിക്കുക മാത്രമല്ല, ദീനിനെ വികലമാക്കിയ ആളുകൾക്ക് ദീന്റെ യഥാർത്ഥ രൂപം പറഞ്ഞുകൊടുത്ത് ഇസ്ലാഹ് നടത്തുന്ന ആളുകളായിരിക്കും അവർ. ഇമാം ത്വബറാനി റിവായത്ത് ചെയ്യുന്ന ജാബിർ റളിയല്ലാഹുവിന്റെ ഹദീസിലുള്ളത്, ഖീല വമൻഹും യാ റസൂലല്ലാഹ്, ആരായിരിക്കും അവർ എന്ന് റസൂലിനോട് ചോദിക്കപ്പെട്ടു. അവിടുന്ന് പറഞ്ഞു, അല്ലദീന യുസ്ലിഹൂന ഹീന ഫസാദിന്നാസ്, ജനങ്ങൾ കുഴപ്പത്തിലകപ്പെടുമ്പോൾ, ജനങ്ങൾ ദുഷിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ ദീനിനെ നന്നാക്കി തീർക്കുന്നവരായിരിക്കും അവർ. അപ്പൊ രണ്ട് സ്വഭാവം ഗുറബാഇന് ഇവിടെ എടുത്തു പറഞ്ഞു. ഒന്ന്, അവർ ദീൻ സ്വന്തം ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവരായിരിക്കും, എന്തു പ്രയാസങ്ങൾ ഉണ്ടായാലും. പിന്നെ ദീൻ വികലമാകുന്നത് നോക്കി നിൽക്കുകയില്ല, പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ദീനിനെ അവർ ശരിപ്പെടുത്താൻ ശ്രമിക്കും. ആളുകളെ പ്രമാണങ്ങളിലേക്ക് തിരിച്ചുപിടിച്ച് ദീനിനെ പരിഷ്കരണ പ്രവർത്തനത്തിന് അവർ ശ്രമിക്കും. മാത്രമല്ല അവർ ഭൂരിപക്ഷമായിരിക്കുകയുമില്ല. ഇമാം അഹ്മദിന്റെ റിവായത്തിൽ ഇങ്ങനെയാണുള്ളത്, ഖുൽന, ഞങ്ങൾ സഹാബത്ത് ചോദിച്ചു, വമനിൽ ഗുറബാ, ആരായിരിക്കും ആ അപരിചിതർ നബിയെ? ഖാല ഖൗമുൻ ഖലീൽ ഫീ നാസി സുഇൻ കസീർ. മറ്റൊരു റിപ്പോർട്ടിൽ ഉനാസു സാലിഹൂന ഫീ ഉനാസി സുഇൻ കസീർ എന്നാണ്. ഒരേ അർത്ഥം തന്നെ, വൃത്തികെട്ട ധാരാളം മനുഷ്യന്മാർക്കിടയിലെ കുറച്ചു നല്ല മനുഷ്യന്മാർ. മൻ യഅസീഹിം അക്തറു മിമ്മൻ യുതിഉഹും, അവരെ എതിർക്കുന്നവർ ധാരാളമായിരിക്കും, അതേസമയം അവരനുസരിക്കുന്നവരോ വളരെ കുറവായിരിക്കും. അനുസരിക്കുന്നവരെക്കാൾ എത്രയോ ഇരട്ടിയായിരിക്കും എതിർക്കുന്നവർ. അനുകൂലിക്കുന്നവർ കുറവായിരിക്കും, പ്രതികൂലിക്കുന്നവർ ധാരാളമായിരിക്കും. പ്രോത്സാഹിപ്പിക്കുന്നവർ കുറവായിരിക്കും, പരാജയപ്പെടുത്താൻ ഗൂഢാലോചന നടത്തുന്നവർ ധാരാളമായിരിക്കും. അങ്ങനെയുള്ള ഒറ്റപ്പെട്ടൊരു വിഭാഗം ഈ സമുദായത്തിൽ ഉണ്ടാകും. അതാണ് തുടങ്ങിയിടത്തേക്ക് തിരിച്ചു പോകും എന്ന് പറഞ്ഞത്. ശരിയല്ലേ? ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ദീനുമായി വന്നപ്പോൾ ദീനിൽ വിശ്വസിച്ചവരവസ്ഥ എന്താ?
കുടുംബങ്ങളിൽ നിന്നും അവർ ബഹിഷ്കരിക്കപ്പെട്ടു, അവരാട്ടി അകറ്റി, അവർക്ക് കുടുംബം വിട്ടു പോകേണ്ടി വന്നു. അബിസീനിയയിലേക്ക് ഹിജറ പോയി 2 തവണ, പിന്നീട് റസൂലുള്ളാഹിന്റെ കൂടെ മദീനയിലേക്ക് പോയി. ഉള്ളത് വിറ്റ് അതിൻ്റെ പൈസയും കൊണ്ട് മദീനത്തേക്ക് പോയതല്ലല്ലോ, ഉള്ളതെല്ലാം ഉപേക്ഷിച്ച് പെരുവഴിയിലേക്ക് ഇറങ്ങുകയാണ് ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി. അങ്ങനെ അവസ്ഥ ഉണ്ടായില്ലേ? അവരൊറ്റപ്പെട്ടില്ലേ? ആ ഒറ്റപ്പെടൽ ഇനിയും ഉണ്ടാകും. ഇസ്ലാമിൽ ആദ്യകാലത്ത് സ്വഹാബത്തിനുണ്ടായതുപോലെ അനുഭവം ഭാവിയിൽ അഹ്ലുസുന്നത്തിനുണ്ടാകും. ഫിർഖത്തുൻ നാജിയ എന്ന് പറയുന്ന, തായിഫത്തുൽ മൻസൂറ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു പ്രവർത്തനം ഈ സമുദായത്തിൽ ഉണ്ടാകും, ഇസ്ലാഹ് ഈ സമുദായത്തിൽ നടക്കും, സമുദായം പിഴച്ചു പോകും. ഇത് റസൂൽ പറഞ്ഞതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുള്ള ആ ചരിത്ര ദൗത്യം ഏറ്റെടുക്കാനാണ് ഇസ്ലാഹി പണ്ഡിതന്മാർ കേരളത്തിലെ മുസ്ലിമീങ്ങളോട് പറഞ്ഞത്. ഇസ്ലാഹി പണ്ഡിതന്മാരുടെ ആഹ്വാനം കേട്ട് പ്രമാണങ്ങളിലേക്ക് തിരിഞ്ഞു നടന്ന സലഫി പ്രവർത്തകന്മാർ നെഞ്ചോട് ചേർത്തിയതും ധൈര്യപൂർവ്വം ഏറ്റെടുത്തതും ഈ പ്രവർത്തനമായിരുന്നു. ഔസാഇ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഈ ഹദീസിനെ പറ്റി, ബദ അൽ ഇസ്ലാമു ഗരീബൻ വസയഊദു ഗരീബൻ കമാ ബദ എന്ന ഹദീസിനെ പറ്റി അദ്ദേഹം പറഞ്ഞത്, അമാ ഇന്നഹു മാ യദ്ഹബുൽ ഇസ്ലാം, ഇസ്ലാം പാടെ പോകുമെന്നല്ല പറഞ്ഞത്, വലാകിൻ യദ്ഹബു അഹ്ലുസുന്ന, അഹ്ലുസുന്ന നീങ്ങിപ്പോകും, ഹത്താ മാ യബ്ഖാ ഫിൽ ബലദി മിന്നും ഇല്ലാ റജുലുൻ വാഹിദ്, ഓരോ നാട്ടിലും ഒറ്റപ്പെട്ട 1-2 ആളുകൾ മാത്രമായി അവശേഷിക്കും. കണ്ടോ? അഹ്ലുസുന്ന വൽ ജമാഅത്തിലെ അൽ ജമാഅത്തിനെ കുറിച്ച് ഒരു സഹാബി പറഞ്ഞ എന്താ അറിയോ? അൽ ജമാഅത്തു മാ വാഫഖൽ ഹഖ വഇൻ കുന്ത വഹദക്. അൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സത്യത്തോട് യോജിച്ചത് എന്നാണ്. അതൊരു പക്ഷേ നീ ഒറ്റക്കാണെങ്കിലും ശരി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ എന്താ അറിയോ? ഇസ്തൗസു ബി അഹ്ലിസുന്ന ഫഇന്നഹും ഗുറബാ. കണ്ടോ? അഹ്ലുസുന്നത്തിനെ സംബന്ധിച്ചുള്ള എൻ്റെ വസിയത്ത് നിങ്ങൾ സ്വീകരിക്കുക, അവർ ഒറ്റപ്പെട്ടവരായി മാറും. ഇവിടെയൊക്കെ ഈ ഇമാമിങ്ങൾ അസ്സുന്ന എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ഇബ്നു റജബുൽ ഹംബലി അദ്ദേഹത്തിന്റെ കശ്ഫുൽ ഖുർബ ഫീ വസ്ബി ഹാലി അഹ്ലിൽ ഖുർബ എന്ന ഗ്രന്ഥത്തിൽ പറയാണ്, വമുറാദു ഹൗലാഇ ലഇമ്മത്തി ബിസുന്ന തരീഖത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലതി കാന അലൈഹാ ഹുവ വഅസ്ഹാബുഹു അസ്സാലിമത്തു മിനശ് ശുബ്ഹാത്തി വശഹ്വാത്ത്. ഈ ഇമാമിങ്ങളൊക്കെ ഇവിടെ അസ്സുന്ന എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പ്രവാചകന്റെ മാർഗം എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു മാർഗത്തിലായിരുന്നു അതേ മാർഗം, അതായത് ആശയക്കുഴപ്പങ്ങളിൽ നിന്നും സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട യാതൊരു തരത്തിലുള്ള കലർപ്പുമില്ലാത്ത സ്വച്ഛമായ പാത, അഹ്ലുസുന്നയുടെ പാത. ആ പാതയിൽ ഉറച്ചു നിൽക്കുന്നവർ എക്കാലത്തും ഒറ്റപ്പെട്ടവരായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അവസാന കാലം വരുമ്പോഴേക്ക് അവസ്ഥകൾ മാറി വരും. മതം മുറുകെ പിടിക്കുന്നവർ തീ കട്ട കയ്യിൽ പിടിച്ചവനെ പോലെയായിരിക്കും. ഏതാണ് ഹദീസ്? യഅതി അലന്നാസി സമാൻ അസ്വാബിറു അലാ ദീനിഹി കൽ ഖാബിൽ അലൽ ജംരി. ഒരു കാലം വരും, അന്ന് ദീനിൽ ക്ഷമിച്ചു നിൽക്കുന്നവൻ തീ കട്ട കയ്യിൽ പിടിച്ചവനെ പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അത്രമാത്രം സമ്മർദ്ദങ്ങൾ, ഭാര്യയുടെ ഭാഗത്ത് സമ്മർദ്ദം, മക്കളെ ഭാഗത്ത് സന്ദർഭം, നാട്ടുകാരുടെ ഭാഗത്ത് സന്ദർഭം. എന്തിനാ ഇത് ഇത്ര ഇടങ്ങേറായിട്ട് ഈ വാശിക്ക് നിൽക്കണേ? അത് വിട്ടൂടതൊക്കെ. എല്ലാവരും ഇവിടെ മുസ്ലിങ്ങൾ തന്നെയല്ലേ, ഓൾക്കും വേണ്ട സ്വർഗത്ത് പോകാൻ, അനക്ക് മാത്രം പോയാൽ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട് സുന്നത്ത് മുറുകെ പിടിക്കുന്നവർക്ക് വമ്പിച്ച പരീക്ഷണങ്ങളും സമ്മർദ്ദങ്ങളും പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും ഒക്കെ ഉണ്ടാകും, യാതൊരു സംശയമല്ല. അതാണ് ഖുർബത്തുൽ ഇസ്ലാം. ഇസ്ലാം മുറുകെ പിടിക്കുന്നവർക്കുണ്ടാകുന്ന ഒറ്റപ്പെടൽ. ഒരിക്കലും സുഹൃത്തുക്കളെ നമ്മൾ വിഷമിക്കേണ്ടതില്ല. അങ്ങനെ ഒരു ഒറ്റപ്പെടൽ ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. ഇസ്ലാഹി കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ സയ്യിദ് സനാഉല്ലാ മഖ്ദി തങ്ങൾ, അതുപോലെ ഷെയ്ഖ് ഹമദാനി തങ്ങൾ, അവരൊക്കെ ഈ ആദർശം മനസ്സിലാക്കി ഒറ്റക്കൊറ്റക്ക് പ്രവർത്തിക്കാൻ ആരംഭിച്ചപ്പോൾ അവർ നേരിട്ട് അനുഭവിച്ചതാണ് കേരളത്തിലുണ്ടായിരുന്ന ഖുർബത്തുൽ ഇസ്ലാം. യഥാർത്ഥ ഇസ്ലാം പറഞ്ഞപ്പോൾ അവർ ഒറ്റപ്പെട്ടു. സനാഉല്ലാ മഖ്ദി തങ്ങൾ കാഫിറാണെന്ന് മുസ്ലിയാക്കന്മാർ ഫത്വ ഇറക്കി. അങ്ങനെ ക്രിസ്ത്യൻ പാതിരിമാർ ഇസ്ലാമിന്, അന്നിവിടെ ബ്രിട്ടീഷ് ഭരണമാണല്ലോ, ബ്രിട്ടീഷുകാരുടെ തണലിൽ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കുമെതിൽ കള്ളപ്രചാരണങ്ങൾ നടത്തി വന്നിരുന്ന ക്രിസ്തീയ പാതിരിമാരെ പ്രമാണങ്ങൾ കൊണ്ട് ഒറ്റയാനായി നേരിട്ട സയ്യിദ് സനാഉല്ലാ മഖ്ദി തങ്ങൾ അവരുമായി ഒരു പരസ്യ സംവാദത്തിന് ചെന്നു. സംവാദ സ്റ്റേജിലേക്ക് അദ്ദേഹം കയറിയപ്പോൾ മുസ്ലിയാക്കന്മാരുടെ ഫത്വ എടുത്തു കാണിച്ചു. നിങ്ങൾ കാഫിറാണ്, മുസ്ലിം അല്ല എന്ന് നിങ്ങളുടെ പണ്ഡിതന്മാരുടെ ഫത്വയുണ്ട്, മതവിധിയുണ്ട്, അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾക്ക് സംവാദമില്ല. ഉടനെ അദ്ദേഹം അവിടെ വെച്ച് പറയാണ്, ഞാനിതാ മുസ്ലിം ആകുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. 2 സാക്ഷ്യവാക്യങ്ങൾ ഉദ്ധരിച്ചാൽ ഒരാൾ മുസ്ലിമാകും. ഞാനിതാ മുസ്ലിമായിരിക്കുന്നു, നമുക്ക് സംവാദം തുടങ്ങാം എന്ന്.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള ഒറ്റപ്പെടൽ സനാഉല്ലാ മഖ്ദി തങ്ങൾ അനുഭവിച്ചു, ഹമദാനി തങ്ങൾ അനുഭവിച്ചു, അങ്ങനെ വക്കം മൗലവി അനുഭവിച്ചു. ആ പരിഷ്കർത്താക്കളൊക്കെ യഥാർത്ഥത്തിൽ അനുഭവിച്ചത് എന്തുകൊണ്ടായിരുന്നു? ഈ ഒരൊറ്റപ്പെടൽ അവരനുഭവിച്ചത് യഥാർത്ഥ ഇസ്ലാം പറഞ്ഞപ്പോഴായിരുന്നു. അത് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇതേത് ഇസ്ലാം ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ, ഞങ്ങളെ ഉപ്പാപ്പമാർ കേട്ടിട്ടില്ലല്ലോ, ഞങ്ങൾ ഉസ്താദുമാരോ കേട്ടിട്ടില്ലാത്ത, ഈ കഴിഞ്ഞ തലമുറകൾക്കൊന്നും പരിചയമില്ലാത്ത ഒരു പുതിയ മതം, ഒരു പുത്തൻവാദം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നേരിട്ടത്. ആളുകൾക്കിടയിൽ അവർ പറഞ്ഞു പരത്തിയതാണ്, പുത്തനാശയക്കാർ വന്നിരിക്കുന്നു. നമ്മൾ റസൂലുള്ളാഹിന്റെ കാലം മുതൽക്ക് തലമുറയായി കൈമാറ്റം ചെയ്യപ്പെട്ട പരമ്പരാഗതമായ കലർപ്പില്ലാത്ത ദീൻ, ഇവർ ഇന്നലെ പെയ്ത മഴക്ക് ഇന്ന് മുളച്ച തവരകൾ, പുത്തനാശയക്കാർ എന്ന് പറഞ്ഞ് ഒറ്റപ്പെടുത്തി. റസൂലുള്ളാഹിക്കും സഹാബത്തിനും ആദ്യകാലത്തുണ്ടായ അനുഭവം ഇസ്ലാഹി നേതാക്കൾക്ക് ഇവിടെയുണ്ടായി. അവരെങ്ങനെ അതിനെ നേരിട്ടു? അള്ളാഹുവിൻ്റെ കിതാബും റസൂലിൻ്റെ സുന്നത്തും കൊണ്ട് നേരിട്ടു. കാരണം റസൂലുള്ളാഹി അവരെ പഠിപ്പിച്ച അതാണ്, സഹാബത്ത് അവരെ പഠിപ്പിച്ച അതാണ്. തറക്തു ഫീക്കും ശൈഅൈനി ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നതി. രണ്ടു കാര്യം ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു, അത് രണ്ടും മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ വഴിപിഴക്കുന്ന പ്രശ്നമേ ഇല്ല. ഒന്ന് അല്ലാഹുവിൻ്റെ കിതാബും മറ്റൊന്ന് എൻ്റെ ചര്യയുമാകുന്നു എന്ന്. നിങ്ങൾ നോക്കൂ, എന്തായിരുന്നു ഖുർആനിൻ്റെ അവസ്ഥ? വിശുദ്ധ ഖുർആനെ ഈ കൗമ് എന്തായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിംകൾക്കൊരു പ്രമാണമുണ്ട് എന്ന് പോലും അറിയാത്ത കൗമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അതൊരു പുണ്യ കിതാബ്. അത് ഉസ്താദ് വന്നിട്ട് കുടിയോത്ത് നടത്തും. 10-20 വീടിങ്ങനെ ഒരാൾ കരാറെടുക്കല. ഇവിടെ കുറച്ച് ഓതും 2 പേജ്, അവിടെയും 2 പേജ് ഓതും. ആ രാവിലെ ഒത്തൊള്ളി വിട്ടിട്ട് ലൊഹറാകുമ്പോഴത്തേന് അത് കോതി തീർക്കും. കന്നിയിലും മകരത്തിലും 2-3 പറ നെല്ലോ മറ്റോ കൊടുത്താൽ മൂപ്പർക്ക് ഖുഷിയായി. മൂപ്പരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഓതുന്നതിൻ്റെ കൂലി ഈ വീട്ടുകാരന്, അവിടെ ഓതുന്നത് ആ വീട്ടുകാരന്. നാട്ടുകാർ ഓതൂല. എന്നിട്ട് ആ കെട്ടിവെച്ച് തുണിയിലാക്കി കയ്യെത്താത്ത ഉയരത്ത് വെക്കും. കൗമിന് ഖുർആനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മാമൂലുകളും നാട്ടുനടപ്പുകളും കാക്കകാരണവന്മാരുടെ ചെയ്തികളും ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ പ്രമാണങ്ങൾ. അത്തരമൊരു സാഹചര്യത്തിലാണ് ഖുർആനാകുന്നു നമ്മുടെ പ്രമാണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ ഈ സലഫി പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർ മുന്നോട്ട് വന്നത്. അവർക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല. വിശുദ്ധ ഖുർആനെ അത് പരിഭാഷപ്പെടുത്തണം, ഓരോരുത്തരും അർത്ഥം പഠിക്കണം. ഖുർആൻ നമ്മോടാണ് സംസാരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുന്നത് എല്ലാ വിശ്വാസികളോടുമാണ്. യാ അയ്യുഹന്നാസ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരോടുമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെ നമ്മൾ ആ വിചാരണയ്ക്ക് വിധേയമാവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാഹി നേതാക്കൾ ആളുകളെ ഖുർആനിലേക്ക് ക്ഷണിച്ചു. ഖുർആൻ ക്ലാസ്സുകൾ തുടങ്ങി പലയിടത്തും. കളിയാക്കിയ മുസ്ലിയാക്കന്മാർ, ഖുർആൻ ഇപ്പം ക്ലാസ്സിലാക്കുക, ഇനി കലത്തിലും കുടിക്കലൊക്കെ ആക്കുങ്ങൾ എന്ന് പറഞ്ഞു. ഇന്ന് അവരുടെ പിൻഗാമികളുടെ അവസ്ഥ എന്താ? അവർക്ക് എത്ര ഖുർആൻ ക്ലാസ്സുകളാണ്? പെണ്ണുങ്ങൾക്ക് വേറെ, ആണുങ്ങൾക്ക് വേറെ, കുട്ടികൾക്ക് വേറെ. ഖുർആൻ സ്റ്റഡി സെന്റർ എന്നിട്ട് അതിൻ്റെ ഡയറക്ടറും 7 ഖുർആൻ പരിഭാഷ ഇന്ന് അവർക്കുണ്ട്. ഖുർആൻ പരിഭാഷ ഹറാമാണെന്ന് പ്രഖ്യാപിച്ച് ചാത്തനും പോത്തനും കോരനും കീരനും കുളിമുറിയിലും കക്കൂസിലും കള്ളുചാപ്പലുമാക്കി ഖുർആൻ അപമാനിക്കുന്നോ എന്ന് 1930കളിൽ അലറി വിളിച്ചവർ മലയാളത്തിൽ ഖുർആനാക്കിയാലേ ചാത്തനും പോത്തനൊക്കെ വായിക്കൂലേ, ഓൻ കുളിമുറിയിലും കക്കൂസൊക്കെ കൊണ്ടുപോയിടൂലേ, കള്ളുചാപ്പലും കൊണ്ടുപോയിടൂലേ, ഖുർആൻ അവമതിക്കലല്ലേ ഇത് എന്ന് പറഞ്ഞിരുന്നവർ ഇപ്പോൾ ഭൂമി മലയാളത്തിൽ 7 പരിഭാഷകൾ ഉണ്ടായിരിക്കെ 8ാമത്തെ പരിഭാഷ കാസിമി ഇറക്കി. നിങ്ങൾ നോക്കൂ അവരെ ദുരന്തം. എന്നിട്ടും മസാല തീർന്നിട്ടില്ല കേട്ടോ. ഖുർആൻ പരിഭാഷ ഹറാമോ ഹലാലോ എന്ന് ചോദിച്ചാൽ കൃത്യമായൊരു മറുപടി പറയാൻ ഇന്ന് സമസ്തയിലെ APEK ആന വിഭാഗത്തിന് കഴിയില്ല. ആനക്കാർ പറയും ഹറാമാണ് സംസ്ഥാനക്കാർ. പക്ഷെ അവരെ പ്രസിദ്ധീകരണം എടുത്തു നോക്കൂ, അതിലെമ്പാടും വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ മലയാള പരിഭാഷയോടെ നിർലോഭം എഴുതി വെച്ചിരിക്കുന്നു. അവർക്കത് പറയാൻ അർഹതയുണ്ടോ? അർഹതയില്ല. അപ്പൊ വിശുദ്ധ ഖുർആന് പ്രമാണമാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചു. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഐക്യസംഘത്തിന്റെ രൂപീകരണ യോഗത്തിൽ ഒരാൾ പറഞ്ഞൊരു ബാക്കവി പറഞ്ഞ കാര്യം, ആ ബാക്കവി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ചോദിച്ച കാര്യം NK അഹമ്മദ് മൗലവി എഴുതിയ ഐക്യസംഘവും കേരള മുസ്ലിങ്ങളും എന്ന പുസ്തകത്തിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരു ബാക്കവിയാണെന്ന് ആ ചോദ്യം ചോദിച്ചത്. ഇതാ പ്രമേയം ചർച്ചയ്ക്ക് വന്നു. അതായത് ഇങ്ങനെ ഒരു വെല്ലൂർ ബാക്കിയത്തു സാലിഹാത്തിൽ അധ്യാപകനായിരുന്ന അബ്ദുൽ ജബ്ബാർ ഹസ്രത്താണ്, അദ്ദേഹമാണ് ആ യോഗത്തിൽ അധ്യക്ഷൻ. KJU രൂപീകരിക്കുന്ന യോഗത്തിൽ നല്ലതിനെ ഉപദേശിക്കുകയും ചീത്തയെ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സംഘം ഉണ്ടായിരിക്കൽ ഫർള് കിഫായയാണ്.
അതുകൊണ്ട് കേരളത്തിലെ ഉലമാക്കളുടെ ഒരു സംഘം ഉണ്ടായിരിക്കണമെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു. ഇതാണ് പ്രമേയം. ഈ പ്രമേയം ചർച്ചയ്ക്ക് വന്നപ്പോൾ യോഗത്തിലുണ്ടായിരുന്നൊരു ബാക്കവി ഇങ്ങനെ ഒരു സംഘം ഉണ്ടായിരിക്കൽ ഫർദ് കിഫായ ആണെന്നതിന് എന്താണ് ദലീൽ അഥവാ തെളിവ് എന്ന് ചോദിച്ചു. ഇതിന് മറുപടിയായി വൽതക്കും മിൻകും ഉമ്മത്തു യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നന്മയിലേക്ക് ക്ഷണിക്കുകയും നല്ലത് കൽപ്പിക്കുകയും തീയത് വിരോധിക്കുകയും ചെയ്യുന്ന വിഭാഗം നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കണം, അവരത്ര വിജയികൾ എന്ന ഖുർആൻ വാക്യം ഇ കെ മൗലവി ഉദ്ധരിച്ചു. അത് ഖുർആൻ ആയത്തല്ലേ, അതവിടെ നിൽക്കട്ടെ. ഞാൻ ദലീലാണ് ചോദിച്ചത്, ശറഈന്റെ ഇമാമുകൾ എന്തു പറയുന്നുവെന്നാണ് എനിക്കറിയേണ്ടത് എന്നായി അയാൾ. തത്സമയം ഇ കെ മൗലവി അധ്യക്ഷനോട് ഖുർആൻ ദലീലായി സ്വീകരിക്കുകയില്ലേ എന്ന് ചോദിച്ചു. ആ ബാക്കവിയുടെ സമീപനത്തിൽ അധ്യക്ഷൻ ദേഷ്യം വരികയും വായടപ്പൻ മറുപടി നൽകി അയാളെ ഇരുത്തുകയും ചെയ്തു. കണ്ടോ, ഇത് എൻ കെ മൗലവി യുവത പ്രസിദ്ധീകരിച്ച പുസ്തക. അന്നത്തെ പണ്ഡിതന്മാർക്ക് പോലും ഖുർആൻ ഒരു ബാക്കവിയായി ചോദിക്കുന്നത്, MFB ബിരുദമെടുത്ത ആൾ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വലിയ ആളാ, അയാൾക്ക് ദർസൊന്നും കിട്ടാൻ ഒരു പഞ്ചമല്ല, MFPക്കാരെ തേടി നടക്കല. ഇന്നൊരു വിലയില്ലാത്ത കാലാണ്. അങ്ങനത്തെ MFP ബിരുദമെടുത്ത് ബാക്കിയാത്തുനിന്ന് വന്ന ഒരാളാ ചോദിക്കണത്. ആയത്തോതി കൊടുത്തപ്പോൾ നിങ്ങൾ ഓതിയത് ആയത്തല്ലേ? ഞാൻ ചോദിച്ചത് ദലീലാണ്. വിശുദ്ധ ഖുർആനിൽ ആയത്ത് ദലീലാണെന്ന് പണ്ഡിതന്മാർക്ക് പോലും തിട്ടമില്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ഈ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, ഐക്യസംഘത്തിന് എന്താ ഇവിടെ ആദ്യം പറയാണ്ടായിരുന്നത്? ഐക്യസംഘം ഉണ്ടായതു തന്നെ കൊച്ചി സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്ന കൊടുങ്ങല്ലൂർ പ്രദേശത്ത്, കൊടുങ്ങല്ലൂരും എറിയാടുമൊക്കെയുള്ള മുസ്ലിം തറവാട്ടുകാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാനുള്ളൊരു മസ്ലഹത്ത് സമിതിയായിട്ടാണ് നിഷ്പക്ഷ സംഘം ഉണ്ടായത്. ഷെയ്ഖ് ഹമദാനി തങ്ങളുടെ നേതൃത്വത്തിൽ കക്ഷി വഴക്കുകളിൽ ഇടപെട്ട് അവർ ആ പ്രശ്നങ്ങളൊക്കെ രഞ്ജിപ്പിലെത്തിക്കാൻ തുടങ്ങി. കൊടുങ്ങല്ലൂർ പ്രദേശത്ത് അങ്ങോട്ട് സമീപ മഹല്ലുകളിലൊക്കെ അവരുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി, ഞങ്ങളുടെ നാട്ടിലും വേണം നിഷ്പക്ഷ സംഘത്തിനൊരു ശാഖ. കാരണം എന്താ? നിഷ്പക്ഷ സംഘം പറഞ്ഞു അവരുടെ മുന്നിൽ വെച്ചൊരു ഫോർമുല എന്തായിരുന്നു? മുസ്ലിമീങ്ങൾക്കിടയിലുള്ള കക്ഷി വഴക്കുകൾ അവസാനിക്കണമെങ്കിൽ, ശാശ്വതമായി ഛിദ്രത ഇല്ലാതാകണമെങ്കിൽ അവർ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം, എങ്കിൽ മാത്രമേ ഛിദ്രതകൾ ഇല്ലാതാവുകയുള്ളൂ എന്ന് വ്യക്തമായി നിഷ്പക്ഷ സംഘത്തിൻ്റെ നേതാക്കൾ പറഞ്ഞു. അതുകൊണ്ടാണ് 1922 തൊട്ടടുത്ത വർഷം തന്നെ എറിയാട്ട് ചേർന്ന വാർഷിക സമ്മേളനത്തിൽ വെച്ച് കേരളാടിസ്ഥാനത്തിലുള്ള ഒരു സംഘമായി നിഷ്പക്ഷ സംഘത്തെ മാറ്റി കേരള മുസ്ലിം ഐക്യ സംഘം എന്ന പേര് കൊടുത്തു. ആ ഐക്യ സംഘമാണ് 1934 വരെ ഒരു വ്യാഴവട്ടക്കാലം കേരള മുസ്ലിമീങ്ങൾക്കിടയിൽ നിറഞ്ഞു നിന്നത്. അതിൻ്റെ 2ാം വാർഷിക യോഗത്തിൽ വെച്ചാണ് കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടത്. 10 കൊല്ലം ജംഇയ്യത്തുൽ ഉലമയും കേരള മുസ്ലിം ഐക്യ സംഘവും തോളോട് തോൾ ചേർന്ന് കേരള മുസ്ലിമീങ്ങൾക്കിടയിൽ നവോത്ഥാനത്തിന് ഊടും പാവും നൽകി. എന്താണ് അവർ നവോത്ഥാനത്തിന് ഉപയോഗിച്ച ആശയം? കുറെ താടി വടിച്ച തുണി താത്തി ഉടുക്കുന്ന കുറെ പച്ചപ്പരിഷ്കാരികളെ ഉണ്ടാക്കുക എന്നതായിരുന്നോ? അല്ല. പിന്നെയോ, ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം, അതിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്നവർ ജനങ്ങളെ പഠിപ്പിച്ചു. എന്ന് മാത്രമല്ല, സമുദായത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങളെ അവർ എതിർത്തു. ഇതാ ഐക്യസംഘവും കേരള മുസ്ലിം എന്ന പുസ്തകത്തിൽ എൻ കെ മൗലവി എഴുതുകയാണ്, ഐക്യസംഘം ജനങ്ങളെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്നതിനു പുറമെ ശിർക്കിന്റെ തടിച്ച രൂപങ്ങളുടെ പ്രത്യക്ഷ പ്രകടനവും ഹറാമുകളുടെ കൂത്തരങ്ങുകളുമായ ചന്ദനക്കുടം, കൊടികുത്തു നേർച്ച, റാത്തീബ്, മാല, മൗലൂദ് മുതലായവയെ സയുക്തികം എതിർക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ പ്രമാണങ്ങളിലേക്ക് മടങ്ങുകയും അന്ധവിശ്വാസ അനാചാരങ്ങളെ എതിർക്കുകയും ചെയ്തു. അന്ധവിശ്വാസം അനാചാരം ഇല്ലാതായാൽ മാത്രം മതി, പിന്നെ ഞങ്ങൾ എന്തായാലും കുഴപ്പമില്ല എന്നൊരു ചിന്താഗതി ഐക്യസംഘത്തിൻ്റെ നേതാക്കൾ ആരും തന്നെ പറഞ്ഞിട്ടില്ല. പക്ഷെ പിൽക്കാലത്ത് ചിലരൊക്കെ അങ്ങനെയാണ് ഐക്യസംഘവും കേരള ജംഇയ്യത്തുൽ ഉലമയൊക്കെ പറഞ്ഞത് എന്നാണ് തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ച യോഗത്തിൽ അന്ന് മൗലാന അബ്ദുൽ ജബ്ബാർ ഹസരത്ത് അവറുകൾ KJUവിൻ്റെ പ്രവർത്തനത്തിന് 5 സുപ്രധാന കാര്യങ്ങൾ നിർദ്ദേശിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ വസിയ്യത്തായിട്ട്. 1, ഛിന്ന ഭിന്നമായി കിടക്കുന്ന ഉലമാക്കിടയിൽ ഐക്യമുണ്ടാക്കുക. 2, മുസ്ലിങ്ങൾക്കിടയിലുള്ള വഴക്കുകളെ അവരുടെ വക പഞ്ചായത്ത് സ്ഥാപിച്ച് അതിൽ വെച്ച് തീരുമാനിക്കുക. 3, ദാറുൽ ഇഫ്താ, ഒരു ഫത്വ ബോർഡ്, വിധി കൽപ്പിക്കൽ ഏർപ്പെടുത്തുക. 4, മുസ്ലിങ്ങളുടെ ഇടയിലുള്ള മതവിരുദ്ധങ്ങളും ആപൽക്കരവുമായ ദുരാചാരങ്ങളെ ദൂരീകരിക്കുക. 5, ഇസ്ലാമത പ്രവർത്തനത്തിനായി ഉചിതമായ പ്രവൃത്തികൾ ചെയ്യുക. കേരള മുസ്ലിം ഐക്യസംഘം ദ്വിതീയ വാർഷിക റിപ്പോർട്ട്, പേജ് 34. കാരണം അപ്പം ഈ രൂപത്തിൽ തികച്ചും ഒരു മതപരമായ പ്രവർത്തനത്തിന് രൂപം കൊണ്ടിട്ടുള്ള ഒരു സംഘടനയാണ് വാസ്തവത്തിൽ കേരള ജംഇയ്യത്തുൽ ഉലമയും കേരള മുസ്ലിം ഐക്യസംഘവും. മതത്തെ തീരെ പരിഗണിക്കാതെ വെറുമൊരു സാമൂഹ്യ പരിവർത്തന പ്രസ്ഥാനം,
പരിഷ്കരണ പ്രസ്ഥാനമായിട്ടല്ല ഇസ്ലാഹി പ്രസ്ഥാനം വന്നത്, മറിച്ച് മത പുനരുദ്ധാരണം, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഇസ്ലാഹ്, ആ ചരിത്ര ദൗത്യമാണ് യഥാർത്ഥത്തിൽ കേരള മുസ്ലിം ഐക്യസംഘം ഏറ്റെടുത്തത്. ഐക്യസംഘത്തിന്റെ പ്രവർത്തനത്തിനു മുമ്പ് തന്നെ തിരുവിതാംകൂർ ഭാഗങ്ങളിൽ വക്കം മൗലവിയുടെ നേതൃത്വത്തിൽ മുസ്ലിം മഹാജനസഭ പോലെയുള്ള സംഘടനകൾ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. വക്കം മൗലവിയാണ് യഥാർത്ഥത്തിൽ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യനായ നേതാവ്. അദ്ദേഹം ഈജിപ്തിൽ നിന്നും റഷീദ് പുറപ്പെടുവിച്ചിരുന്ന അൽമനാർ മാസിക വായിച്ചിരുന്നുവെന്നും അതിൽ നിന്നാണ് അദ്ദേഹത്തിന് ഇസ്ലാഹിന്റെ ആശയങ്ങൾ കിട്ടിയത് എന്നും അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അദ്ദേഹം ഈ ഇസ്ലാഹി പ്രവർത്തനത്തിന് മതനവീകരണം എന്ന് പേരിട്ടിരുന്നു. ഇന്ന് ചില ആളുകളൊക്കെ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. മതനവീകരണം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിനനുസരിച്ച് മതത്തെ പുനർവ്യാഖ്യാനിച്ചു കൊടുക്കലാണ്, മതത്തിൽ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരലാണ്, പഴമയൊക്കെ എതിർക്കലാണ് എന്ന രീതിയിൽ ചില ആളുകളൊക്കെ ഇസ്ലാഹി പ്രവർത്തനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അബ്ദുൽ ഖാദർ മൗലവി എഴുതിയത് കേട്ടോളൂ. വക്കം മൗലവിയുടെ പ്രഭാഷണങ്ങൾ, ലേഖനങ്ങൾ, അനുസ്മരണങ്ങൾ എന്ന പുസ്തകത്തിന്റെ 95-ാം പേജിൽ ഇസ്ലാം മത നവീകരണം നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഒരു യന്ത്രത്തെ അതിൻ്റെ ആദ്യ രൂപത്തിലും ഘടനയിലും ചില ഭേദഗതികൾ വരുത്തി ഒരു നവീന രീതിയിൽ പരിഷ്കരിച്ചാൽ അതിനെ നവീകരിച്ചു എന്ന് പറയപ്പെടുന്നത് പോലെ തന്നെ ഒരു യന്ത്രത്തെ അതിൻ്റെ ആദ്യ രൂപത്തിലോ ഘടനയിലോ യാതൊരു മാറ്റവും ചെയ്യാതെ കാലപ്പഴക്കത്തിൽ അതിന് സംഭവിച്ചിട്ടുള്ള കേടുപാടുകളെ തീർത്തും അതിൽ പറ്റിക്കൂടിയിട്ടുള്ള അഴുക്കുകളും പൊടികളും തേച്ചിളക്കി പൂർവ്വസ്ഥിതിയിൽ പുതുക്കിയാലും അതിനെ നവീകരിച്ചു എന്ന് പറയാവുന്നതാണ്. ഇസ്ലാം മത നവീകരണം എന്നതിലെ നവീകരണ ശബ്ദത്തെ ഈ രണ്ടാമത്തെ അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നവീകരണം തന്നെ എന്താ? കാലപ്പഴക്കത്തിൽ ഇസ്ലാമിൽ സംഭവിച്ചിട്ടുള്ള കേടുപാടുകളെ തീർത്ത് ഇസ്ലാമിൽ കടന്നുകൂടിയിട്ടുള്ള അഴുക്കുകളും പൊടികളും തേച്ചിളക്കി പൂർവ്വസ്ഥിതിയിലേക്ക് റസൂലും സഹാബത്തും ജീവിച്ച് മാതൃക കാണിച്ച ഇസ്ലാം, അതാണ് പൂർവ്വസ്ഥിതിയിലുള്ള ഇസ്ലാം. ആ ഇസ്ലാം അതിലേക്ക് പുതുക്കി കൊണ്ടുവരിക, ഇല്ലാത്തതിനെ ഉണ്ടാക്കുകയല്ല, ഉള്ളതിൽ കാലക്രമത്തിൽ വന്നു ചേർന്നിട്ടുള്ള വൈകല്യങ്ങളെ തീർത്ത് നന്നാക്കുക. അതാണ് വക്കം മൗലവി മുന്നോട്ട് വെച്ചിട്ടുള്ള നവീകരണ പ്രവർത്തനം, അല്ലാതെ കുറെ പരിഷ്കാരം ഉണ്ടാക്കുക എന്നതല്ല. ഇനി നിങ്ങൾ കേട്ടോ, അതിന് അദ്ദേഹം അവലംബിച്ചതെന്താ? നവീകരണ മാർഗം. ഈ പുസ്തകത്തിന്റെ 106-ാമത്തെ പേജിൽ നവീകരണത്തിനുള്ള മാർഗം ചുരുക്കി പറഞ്ഞു. ഖുർആന്റെ പ്രബോധനങ്ങളെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളെയും ചര്യകളെയും പൂർവാചാര്യന്മാരുടെ ബ്രാക്കറ്റിൽ സലഫിന്റെ നടപടികളെയും പ്രത്യേകമായും ഏകദൈവ വിശ്വാസ തൗഹീദ് സംബന്ധമായ യഥാർത്ഥ തത്വങ്ങളെയും ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും ഇവയ്ക്ക് വിരോധമായി അവരുടെ ഇടയിൽ കാണപ്പെടുന്ന വിശ്വാസങ്ങളെയും നടപടികളെയും ചൂണ്ടിക്കാണിച്ച് അവയെ ത്യജിക്കുവാനും വിശ്വാസങ്ങളിലും നടപടികളിലും കിതാബിനെയും സുന്നത്തിനെയും മാത്രം ആദർശമായി സ്വീകരിക്കുവാനും ഉപദേശിക്കുകയും ചെയ്യുകയാകുന്നു. കണ്ടങ്ങള്, കിതാബും സുന്നത്തും കണ്ടോ, ഖുർആനും റസൂലുള്ളാഹിന്റെ ചര്യയും പൂർവാചാര്യന്മാരുടെ നടപടി, അതാണ് സലഫി മൻഹജ്. വക്കം മൗലവി പഠിപ്പിച്ചതും കെ എം മൗലവി പഠിപ്പിച്ചതൊക്കെ സലഫി മൻഹജായിരുന്നു. ഇടക്കാലത്ത് കയറി കൂടിയിട്ടുള്ള സുല്ലമിമാരാണ് ഇതിനെ കൊളമാക്കിയത്, അതിൽ യാതൊരു സംശയമല്ല. അവരങ്ങനെ തന്നെ പഠിപ്പിച്ചത്. ഇനി കേട്ടോളി, പ്രസംഗങ്ങൾ നടത്തുക, പത്രങ്ങളും മാസികകളും വഴിയായി ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുക, ലഘുലേഖകൾ വിതരണം ചെയ്യുക, പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കുക, മദ്രസകളിലെ മതപഠനത്തിന് ഖുർആനെയും ഹദീസിനെയും മാത്രം ആശ്രയിക്കുകയും ഇവയുടെ ഗ്രഹണത്തിന് സഹായകമായി ഒരു മദ്ഹബിനോടും പ്രത്യേക പക്ഷപാതമില്ലാത്ത സ്വതന്ത്ര ബുദ്ധികളായ മഹാന്മാർ എഴുതിയിട്ടുള്ള വ്യാഖ്യാനങ്ങളെയും ഗ്രന്ഥങ്ങളെയും മാത്രം സ്വീകരിക്കുകയും ചെയ്യുക. ഇവയൊക്കെയാണ് കാര്യനിർവഹണത്തിനുള്ള വഴികൾ. കണ്ടോ, മതപഠനത്തിന് അവലംബിക്കേണ്ടത് എന്താ? സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് വ്യാഖ്യാനിക്കണം എന്നല്ല, യാതൊരു മദ്ഹബുകളോടും കെട്ടുപാടില്ലാത്ത സ്വതന്ത്രമായി ഖുർആനും ഹദീസും കൈകാര്യം ചെയ്തിട്ടുള്ള പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളെ അവലംബിക്കണം. എന്നിട്ട് പറഞ്ഞിട്ടുള്ളൂ, നവീകരണോദ്യമത്തിൽ ഏർപ്പെടുന്നവർ മതത്തിൽ ശരിയായ ബോധവും വിശേഷിച്ചും ഹദീസിൽ വിശേഷജ്ഞാനവും തെറ്റിദ്ധാരണക്കിടവരാത്ത വിധം കാര്യങ്ങളെ ധരിപ്പിക്കുവാൻ വിവരണ സാമർഥ്യവും എതിർകക്ഷികളുടെ വാദങ്ങളെ ന്യായമായ വിധത്തിൽ ഖണ്ഡിക്കുന്നതിനു വേണ്ട കാര്യവിവരവും ഉള്ളവരായിരിക്കേണ്ടതിനു പുറമെ നിഷ്കളങ്കത, നിസ്വാർത്ഥത, വിനയം, സമാധാന തൽപരത, ശരിയായ മതനിഷ്ഠ ഇത്യാദി ഗുണങ്ങളും തികഞ്ഞവരുമായിരിക്കണം. സലഫി പ്രസ്ഥാനത്തിൽ രംഗത്ത് വരുന്നവരെ സ്വന്തം ജീവിതത്തിൽ നല്ല മതനിഷ്ഠ പാലിക്കുന്നവരായിരിക്കണം. സ്വാർത്ഥത ഉണ്ടാകരുത്, നിഷ്കളങ്കത വേണം എന്ന് മാത്രമല്ല, ശരിയായ മതത്തിൽ ശരിയായ ബോധം വേണം, ഹദീസിൽ വിശേഷജ്ഞാനം വേണമെന്നാ മടവൂരികൾ പറഞ്ഞത്. ഹുസൈൻ മടവൂർ ഒരിക്കൽ എന്നോട് പറയാ, സക്കരിയ നമ്മൾ ഈ ഹദീസിക്ക് വല്ലാതെ ഇറങ്ങണ്ട, അതൊരു ബഹറ, ഖുർആനും പിന്നെ നമ്മളൊരു ബുദ്ധിയും
അതനുസരിച്ചാണ് പറഞ്ഞാൽ മദീന. അതന്നെയാണ് ഇപ്പൊ ഇവർ പറയുന്നത്. ഹദീസ് എന്ന് കേൾക്കുമ്പോഴത്തിന് അലർജിയാ, ഹദീസ് സെമിനാർ കേൾക്കുമ്പോഴത്തിന് അലർജിയാ. അങ്ങനെ ഹദീസ് സെമിനാറിനോട് അലർജി ഉണ്ടാവും, ഹദീസിനോട് അലർജി ഉണ്ടാവും. അത് യഥാർത്ഥത്തിൽ നവോത്ഥാനത്തിന്റെ ഭാഗമല്ല, അത് നവോത്ഥാനം തലതിരിഞ്ഞതിന്റെ ലക്ഷണമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഹദീസിൽ വിശേഷജ്ഞാനം വേണം. ഇനി കേട്ടോളൂ, നവീകരണ പ്രവൃത്തികൾ വ്യവസ്ഥയോടും ഊർജിതത്വത്തോടും കൂടി നടക്കണമെങ്കിൽ വടക്കേ ഇന്ത്യയിലെ അഹ്ലുൽ ഹദീസ് സംഘം പോലെയുള്ള ഒരു സംഘം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാകുന്നു. ജമിയത്ത് അഹ്ലെ ഹദീസിന്റെ ഭാഗമാണ് കേരള നദ്വത്തുൽ മുജാഹിദീനും ഇവിടുത്തെ പോഷക സംഘടനകളുമെന്ന് നമ്മളെ എല്ലാ സമ്മേളന സോവനിയറിലും നമ്മൾ എഴുതിയതാ. കേരളത്തിൽ മുജാഹിദുകളെന്നും വടക്കേ ഇന്ത്യയിൽ അഹ്ലുൽ ഹദീസ് എന്നും അറബ് ലോകത്തെ സലഫികളെന്നും അറിയപ്പെടുന്നു. എല്ലാം ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘങ്ങൾ. ഇപ്പൊ മടവൂരികൾ പറഞ്ഞെന്താ, അവിടുത്തെ സലഫി വേറെ, ഇവിടുത്തെ സലഫി വേറെ. നമ്മളത് കേരള മോഡൽ സലഫി. അവിടുത്തെ സലഫികൾക്ക് എന്തും തീരുമാനിക്കാം, അവരെ സലഫി വേറെ. നിങ്ങൾക്ക് നിങ്ങളെ സലഫി, ഞങ്ങൾക്ക് ഞങ്ങളെ സലഫി എന്ന് പറയണമെന്നാണ് ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന പുസ്തകത്തിൽ ശ്രീമാൻ MI മുഹമ്മദ് അലി സുല്ലമി എഴുതി വിട്ടിട്ടുള്ളത്. ഈ വിനീതൻ അതിനൊരു മറുപടി എഴുതിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഗൾഫ് സലഫികളും കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനവും. ബഹുമാന്യനായ നമ്മുടെ KNM ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇത് പരിശോധിച്ചത്. നമ്മുടെ ഇസ്ലാഹി ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുന്ന സമ്മേളനമാണ് എറണാകുളം സമ്മേളനം. മടവൂരികൾ പിരിഞ്ഞു പോയ ശേഷം 80% അവരോടൊപ്പമാണെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ നടത്തിയ സമ്മേളനം. ഇപ്പൊ നമുക്ക് എവിടെയും സമ്മേളനം നടത്താം, കോഴിക്കോട് നടത്താം, പാലക്കാട് നടത്താം, എവിടെയും നടത്താം. അന്ന് അങ്ങനെയല്ല. അന്ന് എറണാകുളത്ത് തന്നെ നടത്തി വിജയിപ്പിക്കൽ മുജാഹിദുകളുടെ ആവശ്യമായിരുന്നു. അത് ശരിക്കും നടക്കുക തന്നെ ചെയ്തു. അന്ന് നമ്മുടെ ജമിയത്ത് അഹ്ലുൽ ഖുർആൻ വൽ ഹദീസ് JAQH-ന്റെ കമാലുദ്ദീൻ മദനിയാണ് സമ്മേളനത്തിൽ വെച്ച് ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. MI സുല്ലമിയുടെ വാദങ്ങൾക്കുള്ള ഖണ്ഡനമാണിത്. ഇത് നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പുസ്തകത്തിൽ നമ്മൾ പറയുന്നത് സലഫിയത്തിന് അങ്ങനെ ചില ബ്രാൻഡൊന്നുമില്ല. കേരള ബ്രാൻഡ്, തമിഴ്നാട് ബ്രാൻഡ്, അങ്ങനെ ഓരോ അമേരിക്കൻ ബ്രാൻഡ്, UAE ബ്രാൻഡ്, ഇങ്ങനെ ബ്രാൻഡൊന്നുമില്ല. എല്ലാം ഒരേ മൻഹജിൽ പ്രവർത്തിക്കുന്നവരാണ്. ചില വിഷയങ്ങളിൽ നമ്മൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം, ചില മസലകളിൽ. പക്ഷേ ദീൻ എടുക്കുന്ന നമ്മുടെ രീതി ഒന്നാണ്. ദീൻ മനസ്സിലാക്കാൻ നമ്മൾ സ്വീകരിക്കുന്ന മെത്തഡോളജി അതൊന്നാണ്, മൻഹജ് ഒന്നാണ്. എങ്ങനെയാണ് ദീൻ സ്വീകരിക്കേണ്ടത്? അതിൻ്റെ അടുത്ത് പറഞ്ഞ വക്കമോലി പറഞ്ഞ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സലഫ് സാലിഹുകൾ എങ്ങനെ ദീൻ ഗ്രഹിച്ചുവോ അതുപോലെ ഗ്രഹിക്കണം എന്ന് പറയുന്നവരാണ് നമ്മൾ. പക്ഷെ ആ തത്വങ്ങൾ മനസ്സിലാക്കുന്നിടത്തും അപ്ലൈ ചെയ്യുന്നിടത്തും ചില വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമായും ഉണ്ടാകും. പഠനവും ചിന്തയും വ്യത്യാസപ്പെടുന്നതനുസരിച്ച് ആളുകളുടെ നിലപാടുകളിൽ വ്യത്യാസം ഉണ്ടാവും, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പം മദ്ഹബിന്റെ ഇമാമുകൾക്കുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് എന്താ കാരണം? കരുതിക്കുട്ടി അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയതാ? അല്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ റഫ്ഉൽ മലാം അൻ അഇമ്മത്തിൽ അലാം എന്ന പ്രസിദ്ധമായ പുസ്തകത്തിൽ 10 കാരണങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഒരു ഇമാമിന് കിട്ടിയ ഹദീസ് മറ്റേ ഇമാമിന് കിട്ടാതിരിക്കുക. അപ്പൊ അഭിപ്രായത്തിൽ വ്യത്യാസം വരുമല്ലോ. ഇനി രണ്ടുപേർക്കും ഹദീസ് കിട്ടി, പക്ഷെ ഒരാൾ ആ ഹദീസ് സ്വഹീഹാണെന്ന് മനസ്സിലാക്കി, മറ്റേ ആ ഹദീസ് ദഈഫാണെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഒരു റാവി, ഹദീസിന്റെ ഒരു റാവിയെ സംബന്ധിച്ച് അദ്ദേഹം സിഖത്താണ്, പ്രബലനാണെന്ന് ഒരാൾ മനസ്സിലാക്കി, അദ്ദേഹം അത് സിഖത്തല്ല എന്ന് മനസ്സിലാക്കി. വ്യത്യാസം ഉണ്ടാവുമല്ലോ. അതുപോലെ ഒരു ഹദീസ് കിട്ടി സ്വഹീഹാണെന്ന് രണ്ടു കൂട്ടർക്കും മനസ്സിലായി, പക്ഷെ ഒരാൾ മനസ്സിലാക്കിയ രീതിയിലല്ല മറ്റേയാൾ മനസ്സിലാക്കിയത്. ഒരാൾക്ക് ആ ഹദീസിൽ നിന്ന് കിട്ടിയ ആശയമല്ല മറ്റേ ഇമാമിന് കിട്ടിയത്. ഇങ്ങനെയുള്ള പല കാരണങ്ങളാൽ പണ്ടേ ഇമാമികൾക്കുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായതുപോലെ സലഫികൾക്കിടയിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഇവർ പ്രചരിപ്പിക്കുന്ന എന്താണെന്നറിയോ? ഈജിപ്തിൽ നിന്ന് വന്നതാണ് നമ്മുടെ കേരളത്തിലെ സലഫി. അതുകൊണ്ട് ഈജിപ്തുകാർ എന്തൊക്കെ പറഞ്ഞോ അതൊന്നും നമ്മൾ വിടാൻ പാടില്ല. ഈജിപ്തിൽ നിന്ന് നമ്മുടെ പ്രസ്ഥാനം ആവേശം സ്വീകരിച്ചിട്ടുണ്ട്, ആദർശവും സ്വീകരിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷെ ഈജിപ്ഷ്യൻ ലൈനിനെ പന്ഥമായി അനുകരിക്കണമെന്ന് ഈജിപ്തിലെ സലഫി നേതാക്കൾ പറഞ്ഞിട്ടില്ല, ഇസ്ലാഹി നേതാക്കൾ പറഞ്ഞിട്ടില്ല, മുഹമ്മദ് അബ്ദു പറഞ്ഞിട്ടില്ല, സയ്യിദ് റഷീദ് പറഞ്ഞിട്ടില്ല, അവരാരും അവരെ തഖ്ലീദ് ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല. ഈജിപ്ത് ലൈനിലുള്ള പലതും നമ്മൾ സ്വീകരിച്ചില്ലല്ലോ. ഇപ്പോ സിഹിറിന്റെ കാര്യം തന്നെ എടുക്കുക. സിഹിർ ഫലിക്കുകയില്ല എന്നാണ് മുഹമ്മദ് അബ്ദുവിൻ്റെയും മറ്റുമൊക്കെ വാദം. പക്ഷേ അലവി മൗലവിയും അമാനി മൗലവിയും ചേർന്ന് തയ്യാറാക്കി KM മൗലവി പരിശോധിച്ച നമ്മുടെ ഖുർആൻ പരിഭാഷയാണ് സൂറത്തുൽ കഹ്ഫ് മുതൽ നാസ് വരെയുള്ള താഴെ 15. അതിൽ സൂറത്തുൽ ഫലഖിന്റെ വ്യാഖ്യാനത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? സിഹിർ ഫലിക്കും